സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കൈയിട്ടു വാരിയ സർക്കാർ ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി വരുന്നു. വകുപ്പ് തല പരിശോധന റിപ്പോർട്ടിന് ശേഷമാകും നടപടി. 1458 സർക്കാർ ജീവനക്കാരാണ് ക്രമക്കേട് നടത്തി പെൻഷൻ ഗുണഭോക്താക്കളായത് എന്നാണ് കണ്ടെത്തൽ. ഈ ക്ഷേമ പെൻഷൻ പട്ടികയിലെ മറ്റനർഹരെ കണ്ടെത്താൻ ധനകാര്യ വകുപ്പ് പരിശോധന നടത്തുന്നതായി ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് മന്ത്രി എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ആദ്യം കേൾക്കാം. അങ്ങനെ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയൊരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനൊരു കാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായൊരു കാര്യമാണെന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള നടപടികൾക്കായിട്ട് ആ വകുപ്പുകൾ അതിന് സ്റ്റെപ്പ് എടുക്കും. നമ്മുടെ സർവീസ് റൂൾസിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അവിടെ മാത്രമല്ല, ഏതൊരു സ്ഥലത്തായാലും അനർഹരായിട്ടുള്ള ആളുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കിട്ടേണ്ടതിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശരിയായൊരു കാര്യമല്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന്. പ്രശാന്ത്, പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ നിന്ന് കൈയിട്ട് വാരുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം കിട്ടാനില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും മസ്റ്ററിംഗ് ഒക്കെ നടത്തുന്നതാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് മോശമാണ്, എത്തിക്സിന് നിരക്കുന്നതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പ് എന്ന് തന്നെ വിചാരിക്കണം. ഉറപ്പായും മാധു. കാരണം നമുക്കറിയാം, ഈ കോവിഡ് പോലുള്ള വലിയ മഹാമാരിയൊക്കെ ഉണ്ടായ കാലത്തും അല്ലെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായ കാലത്തും മറ്റെല്ലാ മേഖലയിലുള്ളവർ സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ശമ്പളം ഇതൊന്നും ഒരിക്കലും മുടങ്ങാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാരിൽ ചിലർ ഈ സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കൈയിട്ട് വാരുന്നു എന്നത് ഇതിലും നാണം കെട്ട ഒരു പ്രവൃത്തിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇവർ പലരും 1458 പേരാണ് ഈ പട്ടികയിലുള്ളത്. അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുണ്ട് എന്നതും സർക്കാർ തന്നെ, ധനവകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 2 കോളേജ് പ്രൊഫസർമാരാണ്, അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ്, അവരാണ് ഗസറ്റഡ് തസ്തികയിലുള്ളവർ. പിന്നെ 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. മറ്റുള്ളവരുടെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ അധികവും ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്. സ്വീപ്പർമാരുണ്ട്, കുക്ക് കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്, ക്ലർക്കുമാരുണ്ട്, ലാബ് അസിസ്റ്റന്റ്മാരുണ്ട്. അങ്ങനെ പല വകുപ്പുകളിൽ ഉള്ളവരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്. തൊട്ടു പിന്നാലെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പുമുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഇവർക്ക് ഈ ജോലി കിട്ടുന്നതിന് മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവരായിരിക്കണം. അതിനുശേഷം ജോലി കിട്ടിയതിന് ശേഷവും പക്ഷേ ഇവർ ഈ പെൻഷൻ വാങ്ങുന്നു. കൃത്യമായി സർക്കാർ ജോലി കിട്ടി, സർക്കാർ ശമ്പളം കിട്ടുന്നു. അതിനുശേഷവും ഓരോ വർഷവും മസ്റ്ററിംഗ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല എന്ന് കാണിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടത്തി വീണ്ടും ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുതൽ 5 വർഷം വരെ ഈ ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുണ്ട് എന്നതാണ് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലൂടെ ധനവകുപ്പ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇനി ആഴത്തിലുള്ള പഠനം അല്ലെങ്കിൽ പരിശോധനയാണ് വകുപ്പ് തലത്തിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ വകുപ്പ് തലത്തിൽ നടക്കുമ്പോൾ സർക്കാർ ജോലി കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഏതെങ്കിലും ജീവനക്കാർ ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും അങ്ങനെ പെൻഷൻ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകും. കാരണം ഇവരിൽ നിന്ന് ഈ പണവും പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമല്ല, വകുപ്പ് തല അച്ചടക്ക നടപടി, KSR പ്രകാരമുള്ള വകുപ്പ് തല നടപടി സ്വീകരിക്കാം. പിന്നെ അങ്ങനെ ഒരു ക്രമക്കേട് ഏതെല്ലാം തലത്തിൽ നടന്നു എന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം ഈ സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് ആളെ ചേർക്കുന്നത്, അവർ അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അവിടെ പല തട്ടിലുള്ള പരിശോധന നടക്കുന്നു. അതായത് ഈ വാർദ്ധക്യകാല പെൻഷൻ ഒഴികെയുള്ള പലതിനും ഏജ് ഒരു പ്രശ്നമായി വരുന്നില്ല. ഉദാഹരണത്തിന് ഭിന്നശേഷി പെൻഷൻ, അതുപോലെ തന്നെ ഈ അവിവാഹിത പെൻഷൻ, ഇങ്ങനെ വിധവ പെൻഷൻ, ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ പല പെൻഷനും കൗൺസിൽ, അതായത് നഗരസഭാ കൗൺസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കൗൺസിലെല്ലാം അംഗീകരിക്കേണ്ടതുമാണ്. ഒരു ക്രമക്കേട് പട്ടികയിൽ വന്നിട്ടുള്ളവർ എത്ര കാലമായി ഇത് തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതല്ലേ? അപ്പൊ ആ സമയത്ത് എവിടെയെങ്കിലും ഇത് കണ്ടെത്തപ്പെടേണ്ടതല്ലേ? അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായും നാട്ടിലുള്ളവർക്കൊക്കെ അറിയേണ്ടുന്ന കാര്യമല്ലേ? നാടുമായി ബന്ധപ്പെട്ട് നിന്നിട്ടാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ഇനി ആൾക്ക് ഇത് മാത്രമല്ലോ, സർക്കാർ ജോലി എന്ന് മാത്രമല്ല, 1 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിന് മുകളിലുള്ളവർ ആരും ഇതിന് അർഹരല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്.
സർക്കാർ എത്രത്തോളം കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകും പ്രശാന്ത് ഇക്കാര്യത്തിൽ? പ്രശാന്ത്, ഇതിപ്പോ ഇവരെ മാത്രം ചുറ്റിപ്പറ്റിയല്ലേ, ഇത് ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ആ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരടക്കം ഇതിന്റെ അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ അല്ലെങ്കിൽ അവരെ അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിന്നു. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന ചെറിയ നമ്പറൊന്നും അല്ല, അങ്ങ് ഒരുപാട് വിപുലപ്പെട്ട് പോകേണ്ടി വരില്ല അന്വേഷണം തന്നെ. ദിവിഷി 1458 എന്നത് സർക്കാർ ജീവനക്കാരുടെ മാത്രം കണക്കാണ്. അത് തന്നെ സർക്കാർ ജീവനക്കാരുടെ സ്പാർക്കിലെ കണക്കും അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിവരങ്ങളുള്ള സേവന ആപ്പ് സൈറ്റുമെല്ലാം പരിശോധിക്കുമ്പോൾ അത്തരം വിവരങ്ങൾ കിട്ടും. പക്ഷേ ഈ 65 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന മറ്റ് വിഭാഗങ്ങളുണ്ട്. അവരിൽ എത്ര പേർ ഇങ്ങനെ അല്ലെങ്കിൽ അനർഹരുണ്ട് അല്ലെങ്കിൽ വലിയ തോതിൽ സാമ്പത്തികവും സമ്പത്തുമുള്ളവർ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നത് വലിയ ആഴത്തിലുള്ള പരിശോധന തന്നെ നടത്തേണ്ടി വരും. അതിലിപ്പോൾ ഒരു പൈലറ്റ് പരിശോധന ഇപ്പോൾ ധനവകുപ്പിൻ്റെ ധനകാര്യ പരിശോധനാ വിഭാഗം തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കറിയാം പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ രാഷ്ട്രീയമായും ചില താല്പര്യത്തിൻ്റെ എല്ലാം പേരിൽ പലർക്കും ഇത്തരം പട്ടികയിൽ ഇടം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും ഈ സർക്കാർ ജോലിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമായി തന്നെ മാറും. മാത്രമല്ല ഇതൊരു വലിയ തട്ടിപ്പായി മാറുകയാണെങ്കിൽ അതിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ, പോലീസ് അന്വേഷണം പോലുള്ള നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. ഏതായാലും ഈ വകുപ്പുകൾ ഇപ്പോൾ ഈ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പോൾ മാത്രമേ ഇവർ സർക്കാർ ജോലി കിട്ടിയ ശേഷമാണോ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങി തുടങ്ങിയത്, അതോ അതിന് മുൻപാണോ? അതിന് മുൻപാണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്നതിൽ സർവീസ് ചട്ടപ്രകാരമുള്ള നടപടിയും പലിശയും അതുപോലെ തന്നെ പിഴപ്പലിശയും എല്ലാമായി തിരിച്ചു പിടിക്കാം. പക്ഷേ ഈ സർവീസിൽ കയറിയതിനു ശേഷവും ഇത്തരത്തിൽ ബോധപൂർവം ഇങ്ങനെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ പല ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതിൽ വിശദമായി തന്നെയുള്ള പരിശോധന വിവരങ്ങൾ നൽകിയത്.